ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയൊരു സങ്കടം വന്നപ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ നിങ്ങൾ ഒരു തോൾ തേടി തിരഞ്ഞിട്ട് ആരെയും കിട്ടാതെ വന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ, നമ്മൾ വീഴുമ്പോൾ താങ്ങും എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചവർ, നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമുള്ള സമയത്ത് മാറി നിൽക്കുന്നത് കാണുമ്പോഴുള്ള ഒരു തകർച്ചയുണ്ട്, ഒരു വലിയ ശൂന്യത. ആ നിമിഷത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു സത്യമുണ്ട്: ഈ ലോകത്ത് നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന സത്യം. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മളിൽ പലരും ഉള്ളിലൊതുക്കി വച്ചിരിക്കുന്ന ഒരു വലിയ വേദനയെക്കുറിച്ചാണ്. വൈകാരികമായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സ്വന്തം കാലിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ കരുത്തായിട്ട് മാറിയത് നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളാണോ അതോ മറ്റുള്ളവരുടെ പിന്തുണയാണോ എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. എല്ലാവരുടെ ഉള്ളിൽ തട്ടുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ ജനിച്ച് വീഴുന്ന ആ നിമിഷം മുതൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് വളരുന്നതും ജീവിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും ഒക്കെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനെ സൈക്കോളജിയിൽ അറ്റാച്ച്മെൻറ്റ് നീഡ് എന്നാണ് പറയുന്നത്. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് തലോടുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഓക്സിറ്റോസിൻ എന്നുള്ള ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് ഒരു സ്നേഹത്തിൻ്റെ ഹോർമോണാണ്. ഇത് നമുക്ക് വലിയ ഒരു സുരക്ഷിതത്വം തരും. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള പരിഗണന കിട്ടാതെ വരുമ്പോൾ നമ്മുടെ തലച്ചോറ് അതിനെ ശാരീരികമായിട്ടുള്ള ഒരു വേദനയ്ക്ക് തുല്യമായിട്ട് തന്നെ കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്ക് നെഞ്ചിലൊരു വലിയ ഭാരം തോന്നുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ലേ? തുടക്കത്തിൽ നമ്മൾ ഇതിനോട് പൊരുതാൻ ശ്രമിക്കും, പരാതികൾ പറയും, കരയും, പരിഭവിക്കും, എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും ശ്രദ്ധ കിട്ടാൻ വേണ്ടി ദേഷ്യപ്പെടുക വരെ നമ്മൾ ചെയ്യും. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും തിരികെ സ്നേഹമോ പരിഗണനയോ ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് പതുക്കെ ഒരു കാര്യം തിരിച്ചറിയാൻ തുടങ്ങും: ഇനി പുറത്തുനിന്ന് ആരും വരാനില്ല, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. ആ തിരിച്ചറിവാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിട്ട് മാറുന്നത്. നോക്കൂ, ഒരു മരം ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് അതിൻ്റെ വേരുകൾ ഭൂമിയുടെ ഏറ്റവും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. കാരണം കാറ്റടിക്കുമ്പോൾ അതിനെ താങ്ങി നിർത്താൻ ചുറ്റും മറ്റു മരങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യനും. താങ്ങാനും തലോടാനുമൊക്കെ ആരുമില്ലാതാകുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അതിജീവനത്തിനായിട്ടുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ തുടങ്ങും. ഈ മാറ്റം പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കൽ എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അതായത് മറ്റുള്ളവരിൽ നിന്നൊക്കെയുള്ള പ്രതീക്ഷകൾ നമ്മൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നതോടുകൂടി എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിന് പകരം എന്നെ മനസ്സിലാക്കാൻ എനിക്ക് മറ്റാരുടെയും ആവശ്യമില്ല എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വളരും. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്വന്തം അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ തുടങ്ങുന്നിടത്താണ്. അതായത് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ച ഒരാളെ പിന്നെ വൈകാരികമായിട്ട് ചൂഷണം ചെയ്യാൻ ആർക്കും പറ്റില്ല. ആർക്കൊക്കെ സ്വന്തം ജീവിതത്തിൽ ഇടം കൊടുക്കണമെന്ന്, ആരെയൊക്കെ മാറ്റി നിർത്തണമെന്ന് അവർ കൃത്യമായിട്ട് തീരുമാനിക്കും. കാരണം തനിച്ചിരിക്കുന്നതിൻ്റെ സമാധാനം അവർ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ഘട്ടം ഉപബോധ മനസ്സിൻ്റെ ശാക്തീകരണമാണ്. അതായത് മറ്റുള്ളവർ നമ്മളോട് എന്തു പറയുന്നു എന്നുള്ളതിനേക്കാളൊക്കെ പ്രധാനം നമ്മൾ നമ്മളോട് തന്നെ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഒറ്റപ്പെടലിൻ്റെ ആ വേദന അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും ശാന്തമായിട്ടുള്ള ആൽഫ അവസ്ഥയിലായിരിക്കും. ആ സമയത്ത് സ്വന്തം മനസ്സിനോട് ഞാൻ കരുത്തനാണ്, എൻ്റെ സങ്കടങ്ങളെ നേരിടാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയണം. അതായത് പുറത്തു നിന്ന് ഒരു തലോടൽ കിട്ടാതെ വരുമ്പോൾ
സ്വന്തം കൈകൾ കൊണ്ട് സ്വയം ഒന്ന് ചേർത്ത് പിടിക്കുക. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന സജഷൻ, നിർദ്ദേശം വളരെ വലുതായിരിക്കും. ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ലോകത്തിനോട് മുഴുവൻ വെറുപ്പ് കാണിക്കുക എന്നുള്ളതല്ല. മറിച്ച് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോല് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലത്. ഇനി ആരുമില്ലെങ്കിലും ഞാൻ തകർന്നു പോകില്ല എന്ന വലിയ ഒരു ആത്മവിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവ്. ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടലുകൾ വളരെ വലിയ മാനസിക സമ്മർദ്ദങ്ങളിലേക്കും വിഷാദത്തിലേക്കുമൊക്കെ നമ്മളെ കൊണ്ടുപോയേക്കാം. ഈ വിധത്തിലുള്ള സാഹചര്യങ്ങളിൽ ആ വേദനകൾ ഒറ്റയ്ക്ക് സഹിച്ചു തീർക്കാൻ ശ്രമിക്കാതെ ആവശ്യമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റിനെയോ സമീപിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് തുറക്കാൻ ഒരിക്കലും മടിക്കേണ്ടതില്ല. ഈ വിധത്തിൽ ഏതെങ്കിലും സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഉള്ള അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്കൊരു ചെറിയ ആശ്വാസമെങ്കിലും നൽകിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ വിധത്തിലുള്ള ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവർ തനിച്ചല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഈ വിധത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.